നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ലോക്കൽ കമ്മിറ്റികൾക്ക് നിർദ്ദേശവുമായി CPM. സംഘടനാ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതില്ല എന്നാണ് നിർദ്ദേശം. ലോക്കൽ കമ്മിറ്റികൾക്ക് കീഴിൽ ലഭിച്ച വോട്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ യോഗം വിളിച്ചിട്ടുണ്ടോ? കുടുംബശ്രീ അംഗങ്ങൾ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണോ? ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്നു എന്ന ചോദ്യങ്ങളാണ് സർക്കുലറിൽ ഉള്ളത്. സെയ്ഫ് സൈനൽ അബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സെയ്ഫ, തെരഞ്ഞെടുപ്പിലെ തോൽവി പഠിച്ച് തിരുത്തി മുന്നോട്ട് വരുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇടതു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ LC-കൾക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതാ? അത് വിനിഷ, ജില്ലാ നേതൃയോഗങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നേതൃത്വത്തിലെ രണ്ടുപേർക്കെതിരെയാണ് കടുത്ത വിമർശനങ്ങൾ ഉണ്ടായത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും അവർ രണ്ടുപേരെയും പേരെടുത്തുള്ള വിമർശനങ്ങളാണ് പൊതുവെ നമുക്ക് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും എല്ലാം കാണാൻ കഴിഞ്ഞത്. അത് ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ജൂൺ മാസം 5-നകം ബ്രാഞ്ച് വരെയുള്ള യോഗങ്ങൾ പൂർത്തീകരിക്കാനാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ലോക്കൽ കമ്മിറ്റികൾക്കാണ് ഒരു നിർദ്ദേശം ഇപ്പോൾ പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത്. 34 ചോദ്യാവലി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള കാരണം വിശദമായി പരിശോധിക്കാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താഴേക്കിടയിലേക്ക് എത്തിയില്ലേ? ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ യോഗങ്ങൾ വിളിച്ചിട്ടില്ലേ? കുടുംബശ്രീ പ്രവർത്തകർ സജീവമായിരുന്നില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരികയാണ്. എന്തുകൊണ്ടാണ് ഈ തോൽവിക്ക് കാരണം? ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവമതിപ്പ് ഉണ്ടായത് സർക്കാരിനോട് എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് വേണം ഈ ചോദ്യാവലിയെ കാണാൻ. ആ ചോദ്യാവലി ലോക്കൽ കമ്മിറ്റികൾ പരിശോധിച്ച് അതിന് മറുപടി നൽകി ബ്രാഞ്ചിൽ ചർച്ച ചെയ്ത് തിരികെ നേതൃത്വത്തിന് കൈമാറണം. ഏരിയ സെന്ററിലേക്ക് കൈമാറണം. ഏരിയ സെന്റർ എന്ന് ജില്ലാ സെന്ററിലേക്ക് കൈമാറും. അത് സംസ്ഥാന സെന്ററിലേക്ക് പിന്നീട് എത്തിച്ചേരുകയും ചെയ്യും. ജൂൺ മാസം 6, 7, 8 തീയതികളിലാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നത്. 6-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റും 7, 8 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി യോഗവും നടക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന ഒരു ചിന്ത നേതൃത്വത്തിനുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഈ ചോദ്യാവലി നൽകുന്നത്. ആ ചോദ്യാവലി പരിശോധിച്ചായിരിക്കും തിരുത്തൽ പ്രക്രിയയ്ക്ക് എന്താണ് വേണ്ടതെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുക. വിനിഷ, സെയ്ഫ്, ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സർക്കുലർ പുറത്തിറക്കുന്നതും ചോദ്യാവലി LC-കൾക്ക് കൈമാറുന്നതും ബ്രാഞ്ച് തലത്തിൽ അത് ഡിസ്കഷൻ ആവുന്നതും സ്വാഭാവികമായ പ്രത്യേകത ഇല്ലാത്ത ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രാധാന്യമോ പ്രത്യേകത ഇതിനുണ്ടോ? തിരുത്തൽ തുറന്നു പറയാനുള്ള അവകാശം പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി നേതൃത്വം കൊടുത്തതോടെ തുറന്നടിക്കുകയാണ് പാർട്ടി അംഗങ്ങൾ ചെയ്യുന്നത്. ജില്ലാ നേതൃയോഗങ്ങളിൽ കഴിഞ്ഞ 10 വർഷം കാണാത്തൊരു പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. അതും പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനം. കഴിഞ്ഞ 10 വർഷം എന്തുകൊണ്ട് ഇവരാരും വിമർശിച്ചില്ല എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ച പോലെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എന്തുകൊണ്ട് തോറ്റു എന്ന പരിശോധനയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണാം. പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താഴേക്കിടയിലേക്ക് എത്തിയില്ലേ എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളുടെ ആകെത്തുകയായിട്ട് നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ കീഴ്ഘടകങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമുണ്ടായിട്ടില്ലേ എന്നുള്ള സംശയമാണ് സംസ്ഥാന നേതൃത്വം പങ്കുവെക്കുന്നത്. അത് കീഴ്ഘടകങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടുള്ള ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കീഴ്ഘടകങ്ങൾ കാര്യമായി പ്രവർത്തിച്ചോ എന്ന സംശയം ചിലപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരിക്കാം. എന്തായാലും ഈ 34 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തിരികെ കീഴ്ഘടകങ്ങൾ നൽകി കഴിയുമ്പോൾ സംസ്ഥാന നേതൃത്വം അതിൻ്റെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേരും. അത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ക്ഷേമ പെൻഷനുകൾ നൽകി, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു, സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി, സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പ് ഉണ്ടായത് എന്നുള്ള ചോദ്യം അത് താഴേക്കിടയിൽ നിന്ന് വരുമ്പോൾ മാത്രമേ മേൽഘടകങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനകത്തൊരു വസ്തുത മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തുറന്ന് സംസാരിക്കാനും മറയില്ലാതെ കേൾക്കാനും ഒക്കെ നേതൃത്വം തയ്യാറായിരിക്കുന്ന ഘട്ടത്തിൽ അവർ തുറന്ന് സംസാരിക്കുകയും മറയില്ലാതെ കേൾക്കുകയൊക്കെ ചെയ്യും എന്ന് നമുക്ക് വിലയിരുത്താം. വിനിഷ.